കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധനയും കുറുമാത്തൂർ ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സുപ്രധാന ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലിയും ഹരിഗോവിന്ദ നാമത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്നു. ഓംകാരവിളികളുടെ അകമ്പടിയോടെ തുളസിക്കതിർ മൂടിയ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് കൊട്ടിയൂർ പെരുമാളിന് പൂജ നടന്നു. കുറുമാത്തൂർ ഇല്ലത്തെ നായിക്കൻ സ്ഥാനികൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. സ്ഥാനികൻ തറയിൽ കയറിയതോടെ വാദ്യങ്ങളും ഹരിയോം വിളികളും അക്കരെ സന്നിധാനത്ത് മുഴങ്ങി. തുളസിക്കതിരുകൊണ്ട് പൂജ ചെയ്ത ശേഷം നമ്പൂതിരിപ്പാട് സ്വയംഭൂ വിഗ്രഹത്തെ ആലിംഗനം ചെയ്തു. ഭക്തരുടെ ഓംകാര മന്ത്രവും ഒപ്പം മഴയും സന്നിധാനം ഭക്തിയുടെ ആനന്ദലഹരിയിൽ മുങ്ങി. പുഷ്പാഞ്ജലി കഴിഞ്ഞ് കുറുമാത്തൂർ തറയിൽ നിന്നിറങ്ങുന്നത് വരെ വാദ്യം തുടർന്നു. ദക്ഷനാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് കോപിതനായി മുച്ചൂടും മുടിക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു മുറുകെ കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് താപം ശമിപ്പിക്കുന്ന പുരാണ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി. ആരാധനാ ദിവസമായതിനാൽ ഉച്ചയ്ക്ക് പൊന്നിൻ ചീവേലി നടന്നു. തിരുവാതിര ചതുശതവും തൃക്കൂർ അരിയളവും ജൂൺ 26-ന് നടക്കും. ജൂൺ 30-ന് മകം നാളിലാണ് കലംവരവ്. അന്ന് ഉച്ച ശീവേലിക്കു ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമില്ല.